പ്രധാന മാലാഖമാർ. മാലാഖമാർ എന്ന വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്ന അരൂപികളും അശരീരികളുമായ സൃഷ്ടികൾ ഉണ്ടെന്നത് വിശ്വാസത്തിലെ ഒരു സത്യമാണ്. ഇക്കാര്യത്തിൽ വിശുദ്ധ ഗ്രന്ഥസാക്ഷ്യവും പാരമ്പര്യത്തിൻ്റെ ഏകകണ്ഠമായ അഭിപ്രായവും ഒരുപോലെ വ്യക്തമാണ്. ആരാണവർ? വിശുദ്ധ അഗസ്റ്റിനോസ് പറയുന്നു, മാലാഖ എന്നത് ഒരു പ്രകൃതിയെ അല്ല, ധർമ്മത്തെയാണ് ധ്വനിപ്പിക്കുന്നത്. അവരുടെ പ്രകൃതിയുടെ നാമധേയം എന്താണെന്ന് ചോദിച്ചാൽ അത് അരൂപി ആണെന്നാണ് മറുപടി. അവരുടെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ അവർ മാലാഖ ആണെന്ന് മറുപടി. അങ്ങനെ പ്രകൃതി പരിഗണിച്ചാൽ അരൂപികളും ധർമ്മം പരിഗണിച്ചാൽ മാലാഖമാരുമാണ് അവർ. മാലാഖമാർ അവരുടെ ഉണ്മയിൽ പൂർണ്ണമായും ദൈവത്തിൻ്റെ സേവകരും സന്ദേശവാഹകരുമാണ്. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം അവർ സദാ ദർശിക്കുന്നതിനാൽ അവിടുത്തെ ആജ്ഞയുടെ സ്വരമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണവർ. പൂർണ്ണമായും അശരീരികളായ സൃഷ്ടികൾ എന്ന നിലയ്ക്ക് മാലാഖമാർ ബുദ്ധിശക്തിയും ഇച്ഛാശക്തിയുമുള്ളവരാണ്. വ്യക്തിത്വമുള്ളവരും അമർത്യരുമായ സൃഷ്ടികളാണ്. അവരുടെ മഹത്വത്തിൻ്റെ പ്രഭ സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ ഗുണപൂർണതയിൽ അവർ ദൃശ്യമായ എല്ലാ സൃഷ്ടികളെയും അതിശയിക്കുന്നവരാണ്. ഇവരുടെ മഹത്വത്തിൻ്റെ പ്രഭ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. മനുഷ്യരിലും ഉന്നത സ്ഥാനം വഹിക്കുന്ന സ്വർഗീയ ആത്മാക്കളാണ് മാലാഖമാർ. മാലാഖമാർക്ക് ഭൗതികമായ ശരീരമില്ല. അവർ തങ്ങളുടെ നിലനിൽപ്പിനോ പ്രവൃത്തികൾക്കോ ഭൗതികമായ ഒരു വസ്തുവിനെയും അവർ ആശ്രയിക്കുന്നുമില്ല. വിശുദ്ധരിലും ഭിന്നരാണ് മാലാഖമാർ. എണ്ണിത്തീർക്കുവാൻ കഴിയാത്ത വിധം ബാഹുല്യമുള്ള വ്യക്തികളുടെ കൂട്ടമാണ് മാലാഖ വൃന്ദം. വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള 9 വൃന്ദങ്ങളിൽ ഒന്നാണ് മുഖ്യ ദൂതന്മാർ. ഈ മാലാഖ വൃന്ദങ്ങൾ ക്രമമനുസരിച്ച് 1 ദൈവദൂതന്മാർ, 2 മുഖ്യദൂതന്മാർ, 3 പാദമികന്മാർ, 4 ബലവാന്മാർ, 5 തത്വകന്മാർ, 6 അധികാരികൾ, 7 ഭദ്രാസനന്മാർ, 8 ക്രോവന്മാർ, 9 ശ്രാപ്പന്മാർ എന്നിങ്ങനെയാണ്. വിശുദ്ധ മിഖായേൽ. മിഖായേൽ എന്ന മുഖ്യദൂതൻ്റെ പേര് ഹീബ്രുവിൽ അർത്ഥമാക്കുന്നത് ദൈവത്തിനോട് അടുത്തവൻ എന്നാണ്. സ്വർഗീയ ദൂതന്മാരുടെ രാജകുമാരൻ എന്നും മിഖായേൽ മാലാഖ അറിയപ്പെടുന്നു. പടച്ചട്ടയും പാദകങ്ങളുമണിഞ്ഞ ഒരു യോദ്ധാവിൻ്റെ രൂപത്തിലാണ് വിശുദ്ധ മിഖായേലിനെ മിക്കപ്പോഴും ചിത്രീകരിച്ച് കണ്ടിട്ടുള്ളത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ മിഖായേൽ എന്ന പേര് 4 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുള്ളതായി കാണാം. 2 പ്രാവശ്യം ദാനിയേലിൻ്റെ പുസ്തകത്തിലും 1 പ്രാവശ്യം യൂദായുടെ പുസ്തകത്തിലും 1 പ്രാവശ്യം വെളിപാട് പുസ്തകത്തിലും ഇത് കാണാൻ സാധിക്കും. വെളിപാട് പുസ്തകത്തിൽ വിശുദ്ധ മിഖായേലും മറ്റ് മാലാഖമാരും ലൂസിഫറും മറ്റ് സാത്താന്മാരുമായി നിരന്തരം പോരാടുന്നതായി വിവരിച്ചിട്ടുണ്ട്. സാത്താനോട് പോരാടുന്നതിനും മരണസമയത്ത് ആത്മാക്കളെ സാത്താൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കുന്നതിനും ക്രിസ്ത്യാനികളുടെ രക്ഷകനായിരിക്കുന്നതിനും ആത്മാക്കളെ അന്തിമ വിധിക്കായി കൊണ്ടുവരുന്നതിനും മറ്റുമായി നാം വിശുദ്ധ മിഖായേലിൻ്റെ സഹായം അഭ്യർത്ഥിക്കുന്നു. പല രാജ്യങ്ങളിലും ഈ ദിവസം മിഖായേൽമസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. വിളവെടുപ്പ് ആഘോഷ ദിവസങ്ങളിൽ ഉൾപ്പെടുന്ന ദിവസമാണിത്. ഇംഗ്ലണ്ടിൽ 3 മാസം കൂടുമ്പോൾ കണക്കുകൾ തീർക്കേണ്ട ദിവസമായി ഇതിനെ കാണുന്നു. പുതിയ ജോലിക്കാരെ നിയമിക്കുക, ന്യായാധിപന്മാരെ തിരഞ്ഞെടുക്കുക തുടങ്ങി നിയമകാര്യങ്ങളും സർവകലാശാല വിദ്യാഭ്യാസത്തിനും ഈ ദിവസം തുടക്കം കുറിക്കുന്നു. ഇതുകൂടാതെ നായാട്ട് വിനോദങ്ങൾക്കും ഈ ദിവസം തുടക്കം കുറിക്കുന്നു. വിശുദ്ധ ഗബ്രിയേൽ. വിശുദ്ധ ഗബ്രിയേൽ എന്ന പേര് അർത്ഥമാക്കുന്നത് ദൈവം എൻ്റെ ശക്തി എന്നാണ്. ദൈവം തൻ്റെ അവതാര പദ്ധതികൾ മനുഷ്യർക്ക് വിളംബരം ചെയ്യുന്നതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ദൂതൻ എന്ന നിലയിലാണ് വിശുദ്ധ ഗബ്രിയേൽ കൂടുതലായും അറിയപ്പെടുന്നത്. പരിശുദ്ധ മറിയത്തെ വിശുദ്ധ ഗബ്രിയേൽ അഭിവാദ്യം ചെയ്യുന്നത് വളരെ ലളിതവും എന്നാൽ അർത്ഥവത്തായ വാക്യങ്ങളാലാണ്. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി എന്നത് മുഴുവൻ ക്രിസ്ത്യാനികളുടെയും പ്രിയപ്പെട്ട പ്രാർത്ഥനയായി മാറിയിട്ടുണ്ട്.
വിശുദ്ധ റാഫേൽ. മുഖ്യദൂതനായ വിശുദ്ധ റാഫേലിനെക്കുറിച്ചുള്ള വിവരം നമുക്ക് കിട്ടുന്നത് തോബിത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുമാണ്. യുവാവായ തോബിത്തിനെ തൻ്റെ ജീവിതയാത്രയിലെ വിഷമഘട്ടങ്ങളിൽ ആശ്വസിപ്പിക്കുന്ന ഒരു സഹചാരി എന്ന ദൗത്യമാണ് ഉള്ളത്. ബെത്സദായിലെ കുളത്തിലെ അത്ഭുതവെള്ളം ഇളക്കിയത് വിശുദ്ധ റാഫേൽ ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു. റാഫേൽ എന്ന വാക്കിനർത്ഥം ദൈവം ശാന്തി നൽകുന്നു എന്നാണ്.